ഒരു മാസം 1000 പേര് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുകയാണ്. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങൾ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചത്. പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അറിയായിരുന്നു എങ്ങനെ കൊടുക്കാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ അതിനെ ഇനി നിങ്ങൾ പരിഹസിക്കേണ്ട കാര്യമൊന്നുമില്ല. പാവപ്പെട്ട സ്ത്രീകളല്ലേ, അവർ യാത്ര ചെയ്തോട്ടെന്നേ, അതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഇതിലെ ഇപ്പോൾ പ്രിയദർശിനി പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, അത് അടുത്ത ദിവസങ്ങളിൽ നടപ്പാക്കാൻ പോകുന്നു. അതിനെതിരെ പരിഹാസവും വിമർശനവും LDF-ന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഇത് ഓർഡിനറി ബസ്സുകളിൽ മാത്രം നടപ്പാക്കാനാണോ പ്രഖ്യാപിച്ചതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, അതിനോടുള്ള കമന്റ് എന്താ? ഈ പരിഹാസമാണ് ഇവരെ ഈ 35-ൽ എത്തിച്ചത്. ഈ പരിഹാസത്തിന്റെ വണ്ടിയിലാണ് പോകുന്നതെങ്കിൽ ഇനി 35 അടനെ കുറയാൻ 8 പേരുടെ കാര്യത്തിൽ അവരിങ്ങനെ നിൽക്കുകയാണ് 35-നകത്ത്. അപ്പോൾ ഈ രൂപത്തിലാണ് പോകുന്നതെങ്കിൽ കുറച്ചുകൂടെ അവരുടെ പൊസിഷൻ വീക്ക് ആവത്തേ ഉള്ളൂ. ഞാനൊരു കാര്യം, ഞാൻ ഈ ചോദ്യത്തിന് അല്ല ഞാൻ ഈ പറഞ്ഞല്ലോ ഒരു കാര്യം. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ഒരു ദിവസത്തെ തീരുമാനങ്ങൾ വൈകുമ്പോൾ നമ്മൾ വലിയ വാർത്തയാക്കാറുണ്ട്. ഞങ്ങളൊക്കെ അതിനെ സ്വാഗതം ചെയ്യുന്നവരാണ്, അതിനെ സ്വീകരിക്കുന്നവരാണ്. ഇതുവരെ LDF-ന്റെ നിയമസഭാ കക്ഷിയുടെ ഉപനേതാവ് ആരാണെന്ന് തീരുമാനിച്ചിട്ടില്ല. ഒരു നിയമസഭാ സമ്മേളനം കഴിഞ്ഞു. കേരളത്തിൽ ഒരു നിയമസഭാ സമ്മേളനം, അതായത് ഗവർണറുടെ അഡ്രസ്സുമായി ബന്ധപ്പെട്ട ഒരു നിയമസഭാ സമ്മേളനത്തിൽ LDF-ന്റെ നിയമസഭാ കക്ഷിയുടെ ഉപനേതാവ് ആരാണ്? ബാലഗോപാലാണോ? രാജനാണോ? ഇങ്ങനെ ഒരു അവസ്ഥ പ്രതിപക്ഷത്തിന് ഏതെങ്കിലും കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളൊക്കെ നിയമസഭ ചേരുന്നതിന്റെ അന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി. ആ ദിവസം തീരുമാനമുണ്ട്. ഇത് ഇനി ചോദ്യത്തിലേക്ക് വന്നാൽ, തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചപ്പോൾ അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയും അന്നത്തെ CPM നേതാക്കന്മാരും പറഞ്ഞെന്താ, ഇതിവർ വെറുതെ പറയുന്നതാണ്. ഇവർക്ക് തന്നെ അറിയാം കേരളത്തിലെ KSRTC-യിൽ സൗജന്യം കൊടുക്കാൻ കഴിയില്ല. കൊടുത്താൽ KSRTC കുത്തുപാളയെടുക്കും. അതാണ് ഉപയോഗിച്ച വാക്ക്, പൂട്ടിപ്പോകും. ഞങ്ങൾ 15-ാം തീയതി മുതൽ നടപ്പിലാക്കിയാണ്. വിശദമായ പഠനത്തിന് ശേഷമാണ് ക്യാബിനറ്റിൽ വന്നതിന് ശേഷം വിശദമായ പഠനത്തിന് വേണ്ടി തീരുമാനമെടുത്തു. ആ പഠനത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ച് മുഖ്യമന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രിയും ബന്ധപ്പെട്ടവരും എല്ലാവരും പരിശോധിച്ച് നടപ്പിലാക്കിയാണ്. നമ്മൾ നടപ്പിലാക്കുമ്പോൾ KSRTC-ക്ക് ഏതാണ്ട് 800 കോടി രൂപ സർക്കാർ അങ്ങോട്ട് കൊടുക്കുകയാണെന്നേ. KSRTC-ക്ക് 1200 കോടി രൂപ നിലവിൽ ഒരു മാസം കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ 800 കോടിയും കൂടെ കൊടുത്തിട്ട് 2000 കോടി രൂപ KSRTC-ക്ക് ഗവൺമെന്റ് കൊടുക്കുകയാണ്. ഇപ്പൊ 0 ടിക്കറ്റ് കൊടുക്കുന്നത് എന്തുകൊണ്ടാ? ഈ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാ. ഒരു ദിവസം ഒരു KSRTC ബസ്സിൽ 100 പേര് യാത്ര ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമാണല്ലോ ആ 100 പേരുടെ തുക KSRTC-ക്ക് ഗവൺമെന്റ് കൊടുക്കുകയാണ്. ഒരു മാസം 1000 പേര് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുകയാണ്. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങൾ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചത്. പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അറിയായിരുന്നു എങ്ങനെ കൊടുക്കാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ അതിനെ ഇനി നിങ്ങൾ പരിഹസിക്കേണ്ട കാര്യം